ഇന്നത്തെ ബ്ലോഗ് എന്തിനു വിളിച്ചിരുന്നു മാർവ? എക്സിബിഷനിൽ വന്നു ഞാന് മാവ ആൻഡ് ബാച്ചു ഇന്ന് 3 ആൾക്കാരേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് എക്സിബിഷനിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടാം. ആടെ പാർക്കിംഗ് കിട്ടിയില്ല, മറ്റേ എക്സിബിഷൻ ഉള്ള സ്ഥലത്ത് പാർക്കിംഗ് ഇല്ല. അങ്ങനെ ഞങ്ങൾ എന്താക്കി ഇവിടെ റോണാൻ്റെ അടുത്ത് കൊടുത്തിട്ട് വെച്ച്. റോണാന്ന് എടുത്ത സപ്ലൈ ചെയ്യുന്ന മറ്റേ അതല്ല, ആ റോണല്ല, അത് ഫിലിപ്പിനി റോണ, അതല്ല. അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ച് ഞങ്ങൾ വണ്ടി. അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ്. നടന്ന് പോലീസ് ഇവിടുത്തെ പോലീസ് ചെക്കിങ് ഉണ്ടാ? ഞാൻ കണ്ടിട്ട് ചെക്കിങ് ഇല്ലേ. ഇവിടെ തങ്ങാടെ എക്സിബിഷൻ നാളത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ ഇതിലൂടെ നടന്നിട്ട് വന്നു. ഇവിടെ എല്ലാം ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ട് ഒരു വണ്ടി വെച്ചിട്ട് ഇവിടെ വെക്കാൻ സമ്മതിക്കില്ല വണ്ടി വന്നു. അതിലെ ഗ്യാപ്പിൽ മറവ ചിങ്ങം മേങ്ങാൻ പോയി. അതെ എക്സിറ്റ്, ഇത് എക്സിറ്റ് അല്ലേ? ചിങ്ങം വാങ്ങിട്ടേ ബബ്ലിക്കം അല്ലോ ഇതല്ലോ. അങ്ങനെ ഓർത്തോ കുറച്ചും കൂടി നടന്നിട്ട് പോണല്ലേ. എന്ത് ഇങ്ങനെ ചിങ്ങമേങ്ങാൻ ഇതെല്ലാം വേണ്ട. ഇവിടെ എല്ലാം പാർക്കിങ്ങെല്ലാം ബ്ലോക്ക് ആക്കി വെച്ച് നീ ഒരു ഇവിടെ വെക്കാൻ പാടില്ല എന്നിട്ട് എൻ്റെ അടുത്ത് ഇവിടുത്തെ ഓംലെസ്സിനാണ് അതാ. ഇതെല്ലാം എടുത്ത് ഓംലെസ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഓംലെസ് നിന്നു തൽക്കിനാട്ടി കൂടുതൽ പറയേണ്ട എടുത്താൽ സെക്രട്ടറി വെച്ചോണ്ടാ നിലത്ത് കൂടെ. ഇതന്നെ ഉറപ്പാരല്ല, ഇതിനുള്ളിൽ തന്നെ എല്ലാം ഉണ്ടാവും. വേറെ സാധനവും എല്ലാം ഇല്ല ഉണ്ടാവും. പടച്ചോനെ ഇന്ന് ഗവൺമെന്റ് പേടിയാന്നല്ലോ. അന്നേരിക്കും ഇരുന്നിന്, പക്ഷെ ഇപ്പൊ എനിക്ക് ഉള്ള തീരുവില്ല. ഇഷ്ടമല്ല പറഞ്ഞിട്ട്. ഇതല്ല എൻട്രൻസ്? ഇതന്നെ ക്യാഷ് ഓൺലി. ക്യാഷ് ഓൺലി മാത്രമേ എഴുതിയിട്ടുണ്ട്. ക്യാഷ് ഓൺലി. It's a cash only? Cash. നിന്റെ ഏജ് അങ്ങായിട്ടാ പറഞ്ഞത്. എല്ലാ ആളായിട്ട് പറഞ്ഞ കഴിക്കാറുണ്ടാവും കോപ്പാവും. എവിടെ എത്തുമ്പോ ക്യാഷ് ഓൺലി. എത്ര വരുന്നത്? റിട്ടേണ് എത്തുമ്പോൾ ബബിൾഗം മേങ്ങാമായ സ്ഥലത്തേക്ക് ക്യാഷ് എടുക്കാൻ വന്നിട്ട് അതേ ഗ്യാസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ ATM ഉണ്ടോ നോക്കണം. ഇപ്പോൾ ATM ഉണ്ട്. ഇനി ഒന്ന് ക്യാഷ് എടുക്കാം. അങ്ങനെ ക്യാഷ് എടുത്ത് റിട്ടേൺ ആവില്ലേ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് അടുത്തേക്ക് എത്തി. അടുത്തേക്ക് എത്തി. ലൈന് കൂടിയല്ലോ. ഇനി പറഞ്ഞ ലൈൻ നിൽക്കണം. അങ്ങനെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് 60 bucks. ടാറ്റു തണോ? ടാറ്റു മത്തി. ടാറ്റു അടിച്ച് എല്ലാ റൈഡും ഇരിക്കണം അല്ലേ? നല്ല ഇരുന്ന് തന്നെ. എത്ര ലൈനിടാ എല്ലാത്തിനും. ലൈനൊക്കെ എല്ലാം അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വന്നിട്ട് ഓഫ് റോഡ് വന്നിട്ടുണ്ട് വണ്ടി. പിള്ളേർക്കുള്ളത് ബാച്ചു നിൽക്കുള്ളത്. എത്രയുണ്ട് ടിക്കറ്റിനല്ലോ? 78 ഫാസ്റ്റ് പാസ്
ട്രക്ക് എടുക്കാൻ അൺലിമിറ്റഡ് ഗെയിംസിലേക്ക് എടുത്തിട്ടുണ്ട്. നോക്കാലോ, അൺലിമിറ്റഡ് ഗെയിംസ് എത്രത്തോളം. പിന്നെ ഇത് കയറിയോണം, ഈല് കയറണം, എല്ലാത്തിലും കേറണോ? ഫാസ്റ്റ് ടാഗ് എടുത്തതുണ്ട് പെർക്ക് പോകാനല്ലേ ഇന്ന്. ആ അങ്ങനെ പറയരുത്. ഇല്ല ചതിക്കാകല. അതായത് സ്റ്റിക്കർ ഉണ്ടാവും, അടുത്തണം. ആ എന്നിട്ട് കൈക്കട്ടണം. അങ്ങനെ ഇപ്പൊ ഇല്ലേന് ഈലിരിക്കാൻ വന്ന ഫസ്റ്റ്. ഇത് അതറിയില്ല. കറക്കി പിത്തർക്ക് ഏയ് ഞങ്ങൾക്ക് ഇതൊന്നും പേടിയല്ല. നമുക്ക് ഇതല്ലെങ്കിൽ ഇതൊക്കെ എന്താ ഉള്ളിൽ കയറി നോക്കണ്ടെങ്കിൽ എല്ലാവരും വന്നിന് കണ്ടറിയാ. സ്പേസ് ഷിപ്പ് ക്ലോസ് ആയി. ഇതാ ഞങ്ങ അങ്ങ് നിന്നോട്ടേക്ക് വരുന്നു. ബാച്ചു ഫസ്റ്റ് ഇയർ ജസ്റ്റ് ഒന്നല്ലേ എത്തിനെ. മൈ ഗോഡ്, എങ്ങനെയുണ്ട് ബാച്ചോ? എടുത്തോ ബാച്ചോ, എങ്ങനെയുണ്ടായിന്? അടിപൊളിയാ, അടിപൊളി. ഈല് കയറാം. ബാച്ച് ഒന്നിനാണ് നീ ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് കൊടുക്കുന്നത്? വേഗം കയറാൻ വേണ്ടിട്ടാ, അല്ലാണ്ട് വേറൊന്നും ഉദ്ദേശമല്ലല്ലോ എനിക്ക്. ഇവിടെ മർമാന്റെ മുമ്പിൽ ഒരാളെ കാണുന്നുണ്ടോണ്ടാന്നൊന്നും അറിയില്ല. അതുകൊണ്ടായിരിക്കും ബാച്ചു ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് വേഗം ഇവിടെ കൊണ്ട് നിർത്തിയത്. അല്ല ബാച്ചോ? മർമ്മ ചൂട്ടില് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സ്ലോയില് പോയ ട്രാക്ക്. അത് ഏറ്റവും ഫാസ്റ്റ് പോയി, ഇത് ഏറ്റവും സ്ലോ പോയി. ഫാസ്റ്റ് ട്രാക്ക് ഞങ്ങൾ ശേഷം ആൾക്കാരെല്ലാം കയറി 2 ട്രിപ്പ് കഴിഞ്ഞു പറയാം. ഞങ്ങളുടെ തന്നെ ബാക്കി എന്നിട്ട് ഇറങ്ങിയിട്ട് വന്നത് തിരിച്ച് വന്നതിന് ശേഷം കാണാം ഇതെങ്ങനെയുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് മാറുക? എനിക്കിരിക്കണതാ. ഓ ബാച്ചോ എങ്ങനെയുണ്ടായിരുന്നു? തീ തുന്ന് ഞങ്ങൾ ഇരുന്നിട്ട് ഗായ്സ് ഓരോ ഇരിക്കാൻ പോകുന്നത് അതിലേക്ക്. ഏത് ഈ സാധനത്തിൽ ഇരിക്കാൻ പോകുന്നുണ്ട്. ബാച്ചവും മറുവ ഇരിക്കാൻ പോകുന്നുണ്ട് ചലഞ്ച് ചെയ്തിട്ട്. ഞാൻ താഴ്ന്നോ എല്ലാവരും ഇല്ലേ ഈ നാട്ടിലത്തെ ആൾക്കാർ യോനാണൊക്കെ കാണുമ്പോൾ ബാച്ചുനാണ് തന്നെ ഇല്ലേ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാർ. ഞാൻ പറഞ്ഞ നേരത്തെ ഇവരോട് പറഞ്ഞു അതിൽ ആരെങ്കിലും പോകുമ്പോൾ തൂരെങ്കിലാ കാറിയെങ്കിലാ മൂത്രമൊഴിച്ചെങ്കിലാ. ഇപ്പം എന്തായി? ഇപ്പം എന്തോളെ ഓർത്തോ നോക്കിട്ട് മേക്ക് തെറിച്ചിനോട്. എൻ്റെ മേക്ക് തെറിച്ചിന് ദീടൽ തെറിച്ചിട്ടുണ്ട്. ആ ദീടലുണ്ട്, നല്ലുണ്ട്. അല്ല വല്ല പ്രോട്ടീനാണ് മണപ്പിച്ചോക്കണ്ട അതിൻ്റെ ഇടയിൽ തെറിച്ച സാധനം മണപ്പിച്ച് നോക്കുന്ന പോലെ അല്ലേ. അച്ഛന് മറുവാൻ്റെ ടൈമായി. വാച്ചന് പേടിയുണ്ടാച്ചോ? അടുത്തത് എന്തെങ്കിലും പേടി ചെറുതായിട്ട്? ഒന്നുമില്ല മറുവാ. നോക്കാല എങ്ങനെയുണ്ട് പോയി എന്നാ പറയാണ്ട രഹസ്യം മറുവാ. അതാ പോകുന്നുണ്ട്. ഇത് മുജീബ് മലയാളി ഞങ്ങളുടെ അടുത്ത പിയലല്ല വ്ളോഗിലോട്ട് ഞാൻ ഇന്നെ അവനോട് കാണിക്കാം. എല്ലാവരും എത്തിനല്ലോ. വാച്ചിന്റെ മുഖം നോക്കിയേ എങ്ങനെയുണ്ടായിരുന്നു വാച്ചു? എങ്ങനെയുണ്ടായിരുന്നു ഓർമ്മ? ആര്? നീയാ? ഈ ഓനിക്ക് മലയാളം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നു നോക്കിയോ നീ? സുഖമാണോ? സുഖമാണോ?
പാട്ടല്ലേ ഇരുൾ മറിഞ്ഞ രഹസ്യം അറിഞ്ഞിടാം കോപപ്പെട്ടിയേ പിന്നാലെ ഞാൻ നിഴലാകുന്നേ ലോകത്താരും കടന്നെത്താത്ത വഴി കാണുന്നേ അങ്ങനെ റൈഡ് സ്റ്റാർട്ടായി നോക്കാലോ മച്ച ഉസാറേൻ ഉസാറേൻ ഉസാറേ സെറ്റ് 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 കറി വിളമ്പുന്ന സാധനത്തില് ആ അതന്നെ ആരന്നെ ഒന്നും വാങ്ങുന്നത് ഇത്ര വലുത് കുറച്ച് ഉപ്പും കൂടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ അല്ല സ്പോർട്സിന് പോകുമ്പോ കിട്ടുന്ന സാധനം ആ ബക്കലിൽ വെച്ചിട്ട് ഉപ്പും കലക്കി ഉപ്പ് ഇട്ടിട്ടല്ല കലക്കല് അതേ സാധനം ഇവിടെ എത്ര ഇനിയിപ്പോ $8 അപ്പൊ നാട്ടിലെത്ര It's a YouTube channel. Yeah, it's a YouTube channel. What's the name? Omar MQ Vlogs. MQ Vlogs. Huh? MQ Vlogs. Like Omar MQ, you can write it. Omar MQ. OMAR. Space MQ. Yeah. I think so. What are the channel? A lot of people. Oh. Yeah. This one. Am I going to be in the video? Yeah. ഇവിടെ ഇരുന്ന് നോക്കാം എത്ര ട്രാക്കാണോ നല്ല രസമുണ്ടല്ലോ ഫുള്ള് കളർഫുള്ളായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെയുണ്ടാവുന്ന വെച്ച് പറഞ്ഞേ ഉറൂസിനെ ഒന്ന് കാണിക്കാം ഇവിടുത്തെ ആൾക്ക് ഉറൂസ് അതന്നെ ഫുള്ള് ലൈറ്റെല്ലാം ഉണ്ട് ദിക്കറും സലാത്ത് മാത്രമേ അവർക്ക് യൂട്യൂബില് വരുന്നല്ലോ അങ്ങനെ ഒരു ഹായ് പറഞ്ഞത് അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് one more time നല്ല റിലാക്സ് ഉണ്ട് നല്ല റിലാക്സ് ഉണ്ട് ഓ സ്റ്റോപ്പ് ചെയ്ത് പൊളിഞ്ഞതല്ലോ എല്ലാ വീഡിയോയും കിട്ടാം ഓക്കെ എല്ലാം കിട്ടിയിടേ പൊളിഞ്ഞടാ ഇത് വെറുതെ മൺമോട്ടെ വന്ന് പൊളിഞ്ഞോ ഇല്ല വെറുതെ പറയണ്ടായിരുന്നു റൈഡിലൊക്കെ എൻട്രി ചെയ്യുന്നുണ്ട് ബാജു മാർവ ഞാൻ പേടിയില്ലല്ലോ മാർവ പേടിയൊന്നുമില്ലല്ലോ പേടിയില്ല പേടി വന്ന എടുത്തോ താന്നിട്ടല്ലേ താന്നിട്ട് അടുത്ത റൈഡിന് പോകുന്നത് കാണിച്ചതാ ഈ റൈഡിനാണ് അടുത്ത പോകുന്നത് ഒന്നും അറിയാണ്ട് വന്നിട്ട്
സീറ്റ് ബെൽറ്റ് ഇടണ്ടേ, ഇത് ലോക്ക് ആക്കണ്ടേ, ഇതൊന്നും ചെയ്തില്ല. കേറിയിരുന്നില്ല. ഇപ്പൊ പറഞ്ഞ് ഞങ്ങള് പോട്ടിരുന്നു. ബാച്ചെന്തോ കഥ പറഞ്ഞു. എന്ത് കഥ? ഒരു പെണ്ണോനെ ചീറ്റാക്കുന്നോട് കഥ പറഞ്ഞു. ലവ് സ്റ്റോറി കേൾക്കുന്നുണ്ടാണ് ഇതിന്റെ ഇടയിൽ. മനുഷ്യന്മാരെ ജ്യൂസ് ആക്കുന്നുണ്ട്. ബാച്ച് ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. ബാച്ച് ഫുള്ള് കഥ പറഞ്ഞു. ബാച്ചിനോട് ആ ചെക്കൻ ലവ് സ്റ്റോറി എന്ത് പറഞ്ഞു ചോദിക്കല. എന്ത് പറഞ്ഞു വെച്ച ചെക്കന് ലവ് സ്റ്റോറി എന്ത് പറഞ്ഞു ചെക്കന്? ചെക്കന് പറഞ്ഞത് ഒരു പെണ്ണ് ചച്ചല്ലോ, ഓനെ ചച്ച് അങ്ങനെ ഓനെ ഓളെ തേച്ച് അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് വേറെ പെണ്ണുണ്ട് അതിന്റെ മുമ്പില്. ആ ഓള് ഓനോട് ഇഷ്ടം പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞത് എന്റെ മുന്നത്തോളം ഞാൻ ഒഴിവാക്കി. എന്നെ നീ എന്നെ എന്റെ പുതിയ ഗേൾഫ്രണ്ട് ലവ് സ്റ്റോറി ഉണ്ടാ. ബാച്ച് നമ്മൾക്കിടെ ഒരു ഏകദേശം ഒരു എത്ര വയസ്സുള്ള 26 ഇതൊരു ഒരു ഗേൾഫ്രണ്ട് ഇല്ലാലോ. 21 വയസ്സ്. 21 വയസ്സിൽ ഒരു ഗേൾഫ്രണ്ട് ഇല്ല. അച്ഛക്കൊരു ഗേൾഫ്രണ്ട് കൊണ്ട് എടുക്കുന്നില്ല ഇപ്പൊ. അത്രയും ഉണ്ടാവും എവിടൊക്കെ ഇതൊക്കെ. ഞാൻ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ്. കാരണം വെച്ചാല് ഒന്നാം നല്ല ടയർഡായി. പിന്നെ 10 മണി. നാളെ പിന്നെ ഡ്യൂട്ടിക്കും കയറണം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സൈനിങ് ഓഫ്. ബൈ.